പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 9ാമത്തെ പാഠമായ തുല്യതയിലേക്ക് എന്ന ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. തുല്യതയിലേക്ക്. ഇവിടെ നോക്കിക്കേ മക്കളെ, ഒരു കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ചിത്രമാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ? അപ്പോൾ ആ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ എന്നവിടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പം അതിന് നിരവധി കാരണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തുല്യതയിലേക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കാം. അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഈ വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണം എന്തെല്ലാമായിരിക്കാം? പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ ശ്രദ്ധിക്കൂ. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ കുട്ടീനെ അറിയാം. എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോടു കൂടിയാണ് ഞാൻ കൂട്ടുകാർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്ത് രസമായിരുന്നു. പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദുണ്ടായിരുന്നു അതിന്. പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം. ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്ന് നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്ന് ഓഫീസിലേക്ക് പോകാമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ നോക്കിക്കേ, നഗരത്തിലെ സൗകര്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടുമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാത്ത പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു. അപ്പോൾ ഓരോ കുട്ടിയുടെയും ചിന്തയാണ് അവിടെ തന്നിരിക്കുന്നത്. അവിടെ നിന്ന് മടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന് എൻ്റെ ധാരണ പൂർണ്ണമായും മാറി. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ സ്വാദും വ്യത്യസ്തമാണ്. നഗരത്തിലെ അപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ്സുകാരനായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തശ്ശൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് അവിടെ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കുട്ടികളുടെയും ചിന്തകളുടെ വിശദീകരണം നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് നോക്കിക്കേ. നീനുവിൻ്റെ കുടുംബമാണെങ്കിൽ അത് പാട്ടത്തിന് കൃഷി ചെയ്യുക, അങ്ങനെ ചെയ്യാവുന്ന ഒരു ഫാമിലിയാണ്. ഇനി വിക്കിയുടെ ആണെങ്കിലും ബിസിനസ്സാണ്. അപ്പോൾ രണ്ട് കുടുംബത്തിൻ്റെയും മാസവരുമാനത്തിൻ്റെ ഏകദേശമായിട്ടുള്ള ഒരു കണക്കാണ് അവിടെ പട്ടികയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ വിക്കിയുടെ കുടുംബത്തിൻ്റെ ഏകദേശം 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് മാസവരുമാനം തന്നെ. നീനുവിൻ്റെ ആകട്ടെ 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ് മാസവരുമാനം. രണ്ടും ഒരുപോലെ അല്ലല്ലോ വരുമാനം. അപ്പോൾ നോക്കിക്കേ, ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശം മാസവരുമാന പട്ടിക. അപ്പോൾ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബം ഉണ്ടാവും, ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം ഉണ്ടാവും അല്ലേ? അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഈ വ്യത്യാസം വരുന്നത് എങ്ങനെയൊക്കെയാണ്? തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ തൊഴിലിനും വരുമാനം വ്യത്യസ്തമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത്. അപ്പോൾ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം, അതുപോലെ വരുമാനത്തിൻ്റെ വ്യത്യാസം, ഇതൊക്കെയാണ് ഈ വ്യത്യസ്തതയ്ക്ക് കാരണം. തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം. ഇവിടെ നോക്കിക്കേ, ഇതെന്ത് തൊഴിലാണ്? അധ്യാപിക. ഇവിടെ നോക്കിക്കേ, കൃഷി. ഇതെന്ത് തൊഴിലാണ്? ഇത് മറ്റൊരു തൊഴിൽ. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ വിവിധ വ്യക്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണോ ലഭിക്കുക? അല്ല. ഇവിടെ മൺപാത്ര നിർമ്മാണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പച്ചക്കറി എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം എന്താണ്, കയറ്റുമതി അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ നോക്കിക്കേ, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യസ്തപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. അതായത് വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് അതെന്താണോ, ചിലർക്കത് കൃഷിയായിരിക്കാം, ചിലർക്കത് ജോലിയായിരിക്കാം, ശമ്പളം അല്ലേ? അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസമാവുന്നതിന് കാരണമാവും. അപ്പോൾ ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ഒന്ന് ബാങ്ക് നിക്ഷേപം, നമ്മുടെ സേവിങ്സ്, അതുപോലെ ഓഹരി, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മുടെ ആസ്തികൾ. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസം ഉണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. താഴ്ന്ന വരുമാനമുള്ളവരോ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ വരുമാനത്തിലെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. എന്തൊക്കെയായിരിക്കും നിങ്ങൾക്കറിയാം? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, അതുപോലെ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, അതുപോലെ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഉയർന്ന, ഇടത്തരം, താഴ്ന്ന.
തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു. തൊഴിലും വരുമാനത്തിലുള്ള അസമത്വം, തൊഴിലിലുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക അസമത്വം? ഒരു സമൂഹത്തിലുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം. സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ, ഒരു സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട്, ആ സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ ആ സംഘങ്ങൾക്കിടയിൽ ഈ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ ഈ വിഭവങ്ങൾ അസമമായ വിതരണം, സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും വിഭവങ്ങളുടെയൊക്കെ അസമമായ വിതരണത്തെയാണ് ഈ സാമ്പത്തിക അസമത്വം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും അവസരങ്ങളിലുള്ള അസമത്വം, വിദ്യാഭ്യാസത്തിലുള്ള അസമത്വം, അല്ലേ, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയം, അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ സമ്പത്ത്, വരുമാനം, വിഭവങ്ങളിലെ അസമത്വം, അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയം, അധികാരം, അതിനൊക്കെയുള്ള അസമത്വം കൂടി നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ സർക്കാർ എന്താ ചെയ്യുന്നത്? സാമ്പത്തിക അസമത്വം ഏറ്റവും കുറയ്ക്കാനാണ്, പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുക. എങ്ങനെ? അവസരങ്ങളുടെ അതുപോലെ വിഭവങ്ങളുടെ ഒക്കെ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ നയങ്ങളും സംരംഭങ്ങളും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കും. സാമ്പത്തിക അസമത്വം മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത്? ഇവിടെ നോക്കിക്കേ, ഇതാരായത്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. ഇതോ സഹോദരൻ അയ്യപ്പൻ. ഇവിടെ നോക്കുക കേട്ടോ. മിശ്രഭോജനം, ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. മിശ്രഭോജനം, ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം. അതായത് ആഹാരം എന്ന് പറയുന്നത് മനുഷ്യന് അടിസ്ഥാനമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായിട്ടുള്ള ഈ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം, അയ്യ വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. അതിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, USSുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ചോദ്യം, അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച അതിൻ്റെ പേരെന്താണ്? സമത്വ സമാജം. കൂട്ടായ്മയുടെ പേര് എന്താണ്? സമത്വ സമാജം. ഓക്കെ. അതേപോലെ അതിൻ്റെ നേതൃത്വത്തിലാണ് സമത്വ സമാജമാണല്ലോ, അപ്പോൾ സമപന്തി ഭോജനം നടന്നു. അതിനുശേഷം 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന കെ അയ്യപ്പൻ സംഘടിപ്പിച്ചത് മിശ്രഭോജനം. അപ്പോൾ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? കെ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് സഹോദരൻ. ഏത് വർഷം? 1917 മെയ് 29. ഏത് ജില്ലയിൽ? എറണാകുളം ജില്ലയിലെ ചെറായിയിൽ. അപ്പോൾ ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയൊക്കെ നേരിടേണ്ടി വന്നു. അപ്പോൾ വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമാണ്. ഇതാണ് സഹോദരൻ അയ്യപ്പൻ. അയ്യ വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം, അതുപോലെ സമപന്തി ഭോജനം. സഹോദരൻ അയ്യപ്പൻ്റെയാണ് സഹോദരൻ എന്ന് പറഞ്ഞ പത്രം, അതുപോലെ മിശ്രഭോജനം. ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് നോക്കാം മേൽമുണ്ട് സമരം. അതിനകത്ത് തന്നെ ഉണ്ട് മേൽമുണ്ട്, വസ്ത്രധാരണത്തിനുള്ള അവകാശം, അല്ലേ? സമത്വം വരുമ്പോൾ എല്ലാ മേഖലയിലും, ഇതിപ്പോൾ ആഹാരം. അടുത്ത് നമുക്ക് വസ്ത്രം നോക്കാം. വസ്ത്രധാരണാവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാതി ആചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമുക്കൊക്കെ ഇന്ന് എത്രത്തോളം മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വന്നത്. ഇനി അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. അയ്യങ്കാളി ഇതാണ് അത്. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയത്തിൻ്റെ ഊരൂട്ടമ്പലം ചിത്രമാണിത്.
ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ, അവരുടെ ആയിരുന്നു സ്കൂളൊക്കെ, അപ്പോൾ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഗവൺമെൻറ് കൊടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവർ കൊടുത്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈ പിടിച്ച് ആര് സ്കൂളിലേക്ക് പോയി? ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടു. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, അവസരങ്ങളിൽ അസമത്വം, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പോലും അസമത്വം, അതുപോലെ വിദ്യാഭ്യാസം അല്ല, ഇവിടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. അപ്പം അവസരങ്ങൾ, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, അങ്ങനെ പല കാര്യങ്ങളിലും അസമത്വമുണ്ട്. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് അസമത്വം. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. അപ്പോൾ സാമൂഹിക അസമത്വം എന്ന് പറയുമ്പോൾ പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ, അതിലൊന്നും തുല്യതയില്ല. സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, അതുപോലെ സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യപരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. അപ്പോൾ സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തുല്യത, നീതി, തുല്യ അവസരങ്ങൾ സമൂഹത്തിലുള്ള എല്ലാവർക്കും ലഭിക്കണം. എന്തുകൊണ്ടാണ് ചില സമൂഹ വിഭാഗങ്ങളിൽപ്പെട്ടവർ മാത്രം ഇങ്ങനെ വിവേചനം നേരിടേണ്ടി വരുന്നത്? നമ്മൾ പറഞ്ഞു, പഞ്ചമി ഒരു ദളിത് ബാലികയായിരുന്നു അല്ലേ. സാമൂഹിക അസമത്വത്തിനിടയാക്കുന്ന കാരണങ്ങളും അവയുടെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സാമ്പത്തിക അസമത്വം, വരുമാനത്തിലെ വ്യത്യാസം. സാമ്പത്തിക അസമത്വം എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യലി പൈസയാണ് പ്രശ്നം. സാമൂഹിക അസമത്വത്തിൽ ഒന്നാമത്തെയാണ് സാമ്പത്തിക അസമത്വം. അപ്പോൾ വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യത കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം, ഇതൊക്കെയാണ് സാമ്പത്തിക അസമത്വത്തിന് കാരണം. വിദ്യാഭ്യാസ അസമത്വം എന്ന് പറയുമ്പോഴോ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ, അതുപോലെ സാമൂഹിക ഘടനകൾക്കുള്ളിലുള്ള അസമത്വം എന്ന് പറഞ്ഞാൽ ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചനം. സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. അതുപോലെ ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമ-നഗര വ്യത്യാസം. നഗരത്തിലുള്ള അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഗ്രാമത്തിൽ കിട്ടണമെന്നില്ല അല്ലേ. അതുപോലെ വിഭവങ്ങളുടെ ലഭ്യത കുറവും ഒരു പ്രശ്നമാണ്. ചരിത്രപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ, ഇതൊക്കെ അസമത്വം സൃഷ്ടിക്കും. ഇവിടെ 2 കുടുംബങ്ങളുടെ കാര്യം തന്നിട്ടുണ്ട്. ശാന്തി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനും ഉണ്ട്. തീരപ്രദേശത്താണ്. കടലാക്രമണം, കെട്ടുറപ്പില്ലാത്ത വീട്, ഇതൊക്കെയാണ് അവിടെ. ആകാശവും കുടുംബം എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലാണ്. വാഹന സൗകര്യം ഇല്ല, സ്കൂളിൽ പോകാൻ പ്രയാസം. അപ്പോൾ 2 സാഹചര്യങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത് അല്ലേ. അപ്പോൾ സാമൂഹിക പുരോഗതി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ സാധിക്കപ്പെടണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കണം. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇതിനായിട്ട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ അപ്പോൾ നമുക്ക് നോക്കാം. ഇനി എന്തൊക്കെയാണ്
സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നയങ്ങൾ, സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അപ്പോൾ ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അവ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാമത്തെയാണ് ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. എന്താണ് ക്ഷേമ പെൻഷൻ? സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കാണ്, ദുർബല വിഭാഗങ്ങൾക്കുണ്ട്. അതുപോലെ സാമ്പത്തിക സഹായം അവർക്ക് നൽകുന്നതിനാണ് ഏത്? ക്ഷേമ പെൻഷൻ. മുതിർന്ന പൗരർ എന്ന് വെച്ചാൽ 60 വയസ്സിൽ കൂടുതലുള്ളവർ, അതുപോലെ ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ, ഇവർക്കൊക്കെയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഗുണഭോക്താക്കൾ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുണ്ട്, വാർദ്ധക്യകാല പെൻഷനുണ്ട്, അല്ലേ? അതൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ. ഇനി നോക്കിക്കേ, സ്കോളർഷിപ്പ് നിങ്ങൾക്കറിയാം. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അല്ലേ? പിന്നെ ഒരുപാട് കേട്ടോ, ഓരോ കാസ്റ്റിലുള്ളവർക്കൊക്കെ ആയിട്ട് ഓരോ സ്കോളർഷിപ്പ് ഉണ്ട്. 90% മാർക്കിന് മുകളിൽ കിട്ടുന്നവർക്കൊക്കെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അതാണ് 90% മാർക്കിന് മുകളിൽ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും. അതുപോലെ 2.5 ലക്ഷത്തിൽ താഴെ വരുമാനമായിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒരു കെടാവിളക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്താനും പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും അസമത്വം കുറയ്ക്കാനും ഈ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഇവ കൂടാതെ മറ്റെന്തെല്ലാം പദ്ധതികൾ നോക്കിക്കേ. കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, സപ്ലൈകോ കേട്ടിട്ടില്ലേ? അതുപോലെ നീതി മെഡിക്കൽ സ്റ്റോർ, ഇതൊക്കെ എന്താണ്? അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ്. പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കും. അപ്പോൾ എന്താണ് സബ്സിഡി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യം, പിന്തുണ, അതാണ് സബ്സിഡി. അതായത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ആണ് സബ്സിഡി കൊടുക്കുക. അപ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സർക്കാർ എന്ത് നൽകും? സാമ്പത്തിക ആനുകൂല്യം നൽകും, അല്ലെങ്കിൽ പിന്തുണ നൽകും. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. അത് പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക, അതൊക്കെ പരോക്ഷ സബ്സിഡി. അപ്പോൾ പ്രത്യക്ഷ സബ്സിഡിയുണ്ട്, പരോക്ഷ സബ്സിഡിയുണ്ട്. പ്രത്യക്ഷ സബ്സിഡി എന്ന് പറയുമ്പോൾ പണമായിട്ട്, പരോക്ഷ സബ്സിഡി എന്ന് പറയുമ്പോൾ ആ ടാക്സ് നിരക്ക് കുറയ്ക്കുക, വായ്പകൾ, ലോണിന് ഒക്കെ പലിശ കുറഞ്ഞ് ഈടാക്കുക. അതാണ് സബ്സിഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമുള്ള നിരവധി പദ്ധതികൾ. അതിലൊന്നാണ് നോക്കിക്കേ, മഹാത്മാഗാന്ധി NREGA എന്ന് കണ്ടോ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതെന്താണ് മക്കളെ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, തൊഴിലുറപ്പിന് പോകുന്നു എന്നൊക്കെ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത വിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസത്തിൽ കുറയാത്ത തൊഴിലാണ്, കായിക തൊഴിൽ. ലൈഫ് മിഷൻ കേട്ടിട്ടുണ്ടാവും. ലൈഫ് മിഷൻ എന്താണ്? വീട് വെച്ച് കൊടുക്കുന്നത്, അല്ലേ? കേട്ടിട്ടുണ്ടാവണം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ലൈഫ്. അതിൻ്റെ ഇതാണ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. എന്തിനാണ്? കേരളത്തിലുള്ള എല്ലാ ഭൂരഹിതർക്കും, ഭൂമിയില്ലാത്തവർക്ക്, ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ഇതിൻ്റെ ലക്ഷ്യം. അതുപോലെ തീരമൈത്രി, മത്സ്യത്തൊഴിലാളി തീരപ്രദേശം മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ
വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതാണ് തീരമൈത്രി. മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സംരംഭകത്വ പദ്ധതി. അതുപോലെ കൈവല്യ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, USSന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. കൈവല്യ, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്. പുനരധിവാസ പദ്ധതിയാണ് അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൈവല്യ, ഭിന്നശേഷി സൗഹൃദ കേരളം, ഉന്നതിയിലേക്ക് ഒരു ചുവട്. ഇനി എന്താണ് വിദ്യാവാഹിനി? ഗോത്ര സമൂഹമില്ലേ, അതിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കണ്ടോ, വാഹനം, വാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക, അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ വാഹനം. ഇനി ജനനി ജന്മരക്ഷ, ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികളുണ്ടല്ലോ, അമ്മമാർ, അവർക്കൊക്കെ പോഷകാഹാരം കൊടുക്കുന്നതാണ് ജനനി ജന്മരക്ഷ. ഇനി പ്രതിഭാതീരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഭാതീരം, അതിനകത്തൊരു തീരം കണ്ടോ? തീരം എന്ന് പറഞ്ഞാൽ തീരപ്രദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഇനി ഗോത്രബന്ധു, ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക. കൊഴിഞ്ഞുപോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇത് സ്കൂളിൽ ഒരു ദിവസം പോകും, പിന്നെ പോകാണ്ട് ആ കുട്ടി പിന്നെ സ്കൂളിൽ പോകത്തേയില്ല. അതിനെയാണ് കൊഴിഞ്ഞുപോക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായിട്ട് നിയമിക്കുന്നത്. ഗോത്രബന്ധു കേട്ടോ, ശ്രദ്ധിക്കണേ. അതായത് ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരെയാണ് ടീച്ചേഴ്സായിട്ട് എടുക്കുക. അവർക്ക് മലയാളം അറിയണം, ഗോത്രഭാഷ അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണല്ലോ. അതാണ് ഗോത്രബന്ധു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒന്നുകൂടെ നോക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ലൈഫ് മിഷൻ, വിദ്യാവാഹിനി, തീരമൈത്രി, കൈവല്യ, ഗോത്രബന്ധു എല്ലാം ഓർത്തിരിക്കുക കേട്ടോ. ഇനി സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് പോസ്റ്റർ നോക്കിക്കേ. വളരുന്ന കേരളം, വളർത്തിയവർക്ക് ആദരം, അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട്. കണ്ടോ പോസ്റ്ററുകൾ. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായിട്ടുള്ള ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന തുല്യത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എല്ലാ മനുഷ്യരെയും അതിലേക്ക് എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അതിൽ ചിലതാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രമായി ജീവിക്കുവാനുമുള്ള അവസരം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവണം, അല്ലേ? അടിസ്ഥാന ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാൻ, അതുപോലെ സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ, ഒരു ഫ്രീഡം. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. Have a nice day to you all.